നെതന്യാഹുവിൻ്റെ പുതിയ പ്രഖ്യാപനവും പുതിയ പ്രതിജ്ഞയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊരു വീഡിയോ സഹിതമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അത് വെക്കുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ കത്തിക്കാളി നിർത്തുക എന്ന് പറയുന്നത് ജൂതൻ്റെ പുതിയൊരു തന്ത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ വീഡിയോ എന്താണ് അയാൾ പറയുന്നത്, ആ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് കേട്ടു നോക്കാം. ഇവിടെ കൃത്യമായി പറയും, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു വോവ്സ് ടു റിമൂവ് ദ ന്യൂക്ലിയർ ആൻഡ് ബാലിസ്റ്റിക് മിസൈൽ ത്രെഡ്സ് പോസ്ഡ് ബൈ ഇറാൻ. അവരുടെ അടുത്തുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെയുള്ള ന്യൂക്ലിയർ വെപ്പൺസുകൾ ഒക്കെ നമ്മൾ പൗസ് ചെയ്യും, ഇല്ലായ്മ ചെയ്യും, നിർത്തിവെക്കും. അതുവരെ ഉള്ള എല്ലാ പോരാട്ടങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള വാർത്തയാണ് ഇദ്ദേഹം ഇത് പ്രസ്താവനയായിട്ട് മീഡിയകൾക്ക് മുമ്പിൽ പ്രസ്താവിക്കുന്നത്, ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയുന്നത്. എന്താണ് ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ താല്പര്യം നോക്കിയാൽ, ഇദ്ദേഹം അടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, എന്നാലും ഇദ്ദേഹത്തിൻ്റെ കേസ്, കണ്ടമാനം കേസുകൾ, അതിൽ പ്രമാദമായിട്ടുള്ള 3 കേസുകൾ ഓൾറെഡി ഇവിടെ കോടതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്, വിചാരണക്ക് കാത്തിട്ട്. അതിൽ നിന്ന് മോചനം എന്ന് പറയുന്നത് എക്കാലത്തെയും ഇദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതുതന്നെയാണ് ഇടയ്ക്കിടെ പുട്ടിന് തേങ്ങടുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിങ്ങനെ ആളിക്കത്തിച്ച് നിർത്തിയാൽ മാത്രമേ സ്വന്തം വിചാരണയെപ്പോലും തടുത്തു നിർത്താൻ കഴിയുള്ളൂ എന്നുള്ള ഏറ്റവും വലിയ ഹതഭാഗ്യനാണ് ലോകം കണ്ടതിൽ ഇന്നത്തെ 2026 താമസിക്കുന്ന ഈ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഒരു വികാരഭരിതനായിട്ട് നേരത്തെ സംസാരിക്കും, ഇപ്പോൾ ഒരു നിരാശക്കാരനായിട്ട്, മുഖത്ത് വലിയൊരു ആഡിത്യോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പെട്ടിരിക്കുന്നു മൊത്തത്തിൽ എന്ന ഒരു ജാള്യത ആ മുഖത്തുണ്ട് താനും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പറയുകയാണ് ഇറാനെ ഞങ്ങളിപ്പോൾ തകർത്ത് കളയുന്നൊക്കെ. എന്ത് പറഞ്ഞിട്ടെന്താ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ പറ്റുക. ഭീഷണിപ്പെടുത്താൻ ഇപ്പോൾ ആർക്കും സാധിക്കും, പക്ഷേ ചെയ്ത് കാണിക്കാനാണ് ഇത് പലപ്പോഴും പലർക്കും നടക്കാതെ പോകുന്നത്. ആ ചെയ്ത് കാണിച്ചതിൽ ഒരു തവണ ഇവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ആയുധങ്ങൾ കൊണ്ടുള്ള കളിയായിരുന്നു. രണ്ടാമത് പ്രൊട്ടസ്റ്റ് കൊണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റ് ഇപ്പം നന്നായി പരാജയപ്പെട്ടു. മൊസാദിൻ്റെ ഒരുപാട് ആളുകളെ, മൊസാദിൻ്റെ പണിക്കാരായിട്ട് പടയാളികളായിട്ടുള്ള ആളുകളെയൊക്കെ അവിടെ പിടിച്ചു വെച്ചു. അതിലും കുറേ മാൻ പവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അഥവാ ചിറകരഞ്ഞ ഒരു വിഭാഗമായി മൊസാദ് മാറുകയും അതേപോലെ തന്നെ ആശ്രയിച്ച ആളുകളൊക്കെ പണി തന്നു പോയ ഒരു ഇസ്രായേൽ പൗരനായിട്ട് നെതന്യാഹു താഴേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വിടുവായുത്തത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ ഇസ്രായേലിനെ കണ്ടിട്ടാണ് നമുക്കിടയിലുള്ള പലരും പറയുന്നത് ഇപ്പോൾ പൊട്ടിക്കും, ഇങ്ങനെ ആക്കും, അങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷേ സത്യത്തിൽ ഇസ്രായേലിനും ഇപ്പം മടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടും മടുത്തു എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലും വകുപ്പില്ലാത്തൊരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഓടി ഒളിക്കാൻ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പോരാ, അത്രയും വിസ്തൃതി കുറഞ്ഞ ഏരിയയാണ്. ഇറാനാകട്ടെ ഏതെങ്കിലും ഒരു കുന്നിൻ ചെരുവിൽ പോയി അതിൻ്റെ മാളത്തിൽ ഒളിച്ച് ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിനെ പെട്ടെന്ന് അത് റെക്ടിഫൈ ചെയ്യാനോ അല്ലെ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും കഴിയില്ല. കറക്റ്റായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട്, ഏതാനും 6 മാസങ്ങൾ കൊണ്ട് അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളത് ബോധ്യമാണ്. എന്താണെങ്കിലും ഈ ഇറാനോട് ഇനിയും ഞങ്ങൾ മുട്ടിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കേവല വാക്കുകളായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയുടെ ഭാഗമായിട്ടും അതേപോലെ തന്നെ അവരുടെ സ്വന്തം നിലനിൽപ്പിൻ്റെ ആ ഭാഗമായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. എത്രത്തോളം എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ യുദ്ധം നടക്കുമോ ഇല്ലയോ? ചില ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്ന ഈ യുദ്ധം അടുത്ത മാസം തുടങ്ങുമെന്ന്. എന്താ അടുത്ത മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മാസവും അടുത്ത മാസത്തിൻ്റെ ഇടയിൽ തുടങ്ങാൻ പ്രത്യേകിച്ച് കാരണം പറയുന്നത് മുസ്ലിങ്ങൾക്ക് നോമ്പ് കാലം വരികയാണ്. ആ ടൈമിനാണ് പലപ്പോഴും ഗസയിൽ വലിയ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളൊക്കെ ഈ ഇസ്രായേൽ ഉണ്ടാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടൈമിന് വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് സംശയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിലൊന്നും നമുക്ക് അത്ര കണ്ട് പറയാൻ കഴിയില്ല. കാരണം ഇവരെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവരെ ഉറക്കിക്കെടുത്തിട്ട് ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ള ഒറ്റ അജണ്ട ആയിരിക്കും. ഇനി ഒരു സ്ട്രാറ്റജി ആയിരിക്കും മുന്നോട്ട് വെക്കും. കാരണം അവരെ ഉണർത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കമൻറ്റിൽ പറഞ്ഞ പോലെ ഓടിച്ചിട്ട് തക്കട എന്ന് പറയുന്ന രീതിയാണ് നെതന്യാഹുവും അതേപോലെ തന്നെ ട്രംപും കാണിക്കുന്നത്. നിന്നെടുത്ത് നിന്ന് തക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഭൂമി ഇനി കുറേ കാലം ഉണ്ടാകില്ല എന്നതിൽ നമുക്കൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. പക്ഷേ
ഈ യുദ്ധം അനിവാര്യമായ കാര്യത്തിൽ ഇവർ തന്നെയാണോ ഈ ഭൂമിയുടെ അവസാനം കുറിക്കുക എന്നൊക്കെ പറയുന്ന ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ആർട്ടിക്കിളൊക്കെ കാണുന്നുണ്ട്. അതൊന്നും അങ്ങനെ സംഭവിക്കുകയോ ഇല്ല എന്നുള്ളത് കാത്തിരുന്നാണ്. എന്താണെങ്കിലും ഇവരുടെ ഒരു അജണ്ട ഉണ്ട്, ഇറാനെ തകർത്തിട്ടേ ഉള്ളൂ, അത് ഏത് വില കൊടുത്താലും തകർക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് തകർക്കാതെ ഇവർക്ക് ഉറക്കം വരില്ല. കാരണം അവരുടെ നിയോഗം തന്നെ ആ ലെവലിലാണെന്നാണ് നെതന്യാഹു ആളുകളെ പറഞ്ഞ് പറ്റിച്ചത്. കാരണം ജൂതന്മാരോട് പറയുന്ന കാര്യം, ഞാൻ വന്നത് ഈ ഗ്രേറ്റർ ഇസ്രായേൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെന്നെ നിങ്ങൾ അനുവദിക്കണം, എല്ലാവിധ സപ്പോർട്ടും ചെയ്യണം. ഇപ്പോൾ പറയുന്നത് നമുക്ക് സമയമായിട്ടില്ല, സമയമാകുമ്പോഴേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒത്തണങ്ങി വരും, അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നാണ്. എന്താ സ്വരച്ചേർച്ച? ഇപ്പോൾ സമയമായിട്ടില്ല, നേരത്തെ സമയമായി, ഞാൻ അതിനാണ് ആഗതമായത് എന്ന് പറയുന്ന അതേ ആളെന്നെ നല്ല രീതിക്ക് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അതിന് വല്ലാത്തൊരു കഴിവാണല്ലോ. അദ്ദേഹം പറയുന്നത് ഇനി സമയമാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, നമുക്കിനിയും കാത്തിരിക്കേണ്ടി വരും എന്ന് പറയും. 2027 ഉള്ളിൽ സംഭവിച്ചേക്കാമെന്നാണ്. പക്ഷേ വേറൊരു കഥ കൂടി കേൾക്കാനിടയായി. 2027 ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകൂല എന്നുള്ള വർത്തമാനം കേട്ടു. 75 കൊല്ലത്തിന് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നാമാവിശേഷമാകുമെന്ന് പ്രവചനം നടത്തുന്ന ബാവ വാങ്കെ എന്ന് പറയുന്ന ആൾ പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. അതിനൊന്നും നമുക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. എന്താണെങ്കിലും ഇത് ആ അവസ്ഥയിലേക്ക് നമ്മൾ ഇന്നത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വാങ്കെ എന്ന് പറയുന്ന ബാബ വാങ്കെ എന്ന് പറയുന്ന ആളുടെ കാര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഇറാൻ ഒരു പൊടി പോലും ഗസയുടെ മുനമ്പിൽ നിന്ന് ഒരു പൊടി പോലും മറ്റൊരു മേഖലയ്ക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അവിടെയാണ് ഇവിടെ കൂച്ചുവിലങ്ങിട്ട് കെട്ടിയിട്ട് അവിടെ താത്തിയതുപോലെ തോന്നുന്നത്. ഇനിയും കാത്തിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതിനെക്കുറിച്ച്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഗസ ഒരുപടി അവരുടെ കയ്യിൽ തന്നെ ആക്കിയിട്ടുണ്ട്, വെസ്റ്റ് ബാങ്ക് അവരുടെ കയ്യിലാണ് ഓൾറെഡി. അതേപോലെ തന്നെ ആ ഏരിയ തികച്ചും അവരെ അളന്ന് തിട്ടപ്പെടുത്തി അവരുടെ പുതിയ ആളുകളെ കൊണ്ടുവന്ന് കൺസ്ട്രക്ഷൻ വർക്ക് വരെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഗസയിലുള്ള പല ഭാഗങ്ങളും ഇടിച്ച് നിരത്തി അവിടുത്തെ ഒലിവ് മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് മാറ്റിയിട്ട് പുതിയ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ലോകത്തിലുള്ള എല്ലാ ജൂതന്മാരെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അത് വേറെ തന്നെ നമുക്ക് പറയാം മറ്റൊരു വീഡിയോയിൽ. എന്താണെങ്കിലും ഇപ്പം നിലനിൽക്കുന്നത് രസകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. കുറേ വാക്കുകൾ അങ്ങോട്ട് പറയും, കുറേ വാക്കുകൾ ഇങ്ങോട്ടും കിട്ടും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എയറിലിങ്ങനെ നിൽക്കുകയാണ്. എപ്പോൾ ഒരു സ്ഫോടനം നടക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇവരുടെ ജയപരാജയങ്ങളെക്കുറിച്ചല്ല, എന്താകും ലോകത്ത് ഒരു നിർണായകം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദിശ എങ്ങോട്ട് പോകും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണെങ്കിലും അമേരിക്കയുടെ ഈ യുദ്ധക്കപ്പലുകൾ ഒരടി നീക്കിയിട്ടില്ല. അവിടെ തന്നെ നങ്കൂരം മുട്ടിടെ തന്നെ അലേർട്ടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ചതി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയല്ല, നല്ല ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ അയാളും അതെടുത്ത് പോകേണ്ടതാണ്. ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഈ യുദ്ധക്കപ്പലുകളും സബ്മറൈനുകളും അവിടെ തന്നെ ആ ചുറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ കാലം എന്തോ ഒരു സമയത്തിന് വേണ്ടി ഇവർ എന്തോ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ഗസ മുനമ്പ് പോലെ ഇസ്രായേൽ മാറാൻ പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ രീതിക്ക് തന്നെ കഴിയും. കാരണം ഗസയുടെ ഓരോ ചിത്രങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പം 4 കാലിൽ നിർത്തിയിട്ടിരിക്കുന്ന കുറേ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ, അത്രേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതേ രീതിക്ക് ഇസ്രായേൽ മാറാൻ അല്പ ദിവസങ്ങൾ കൂടി മതിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പാകത്തിലാണ്. വളരെ വലിയ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നന്ദി.